മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചാൽ ഉമ്മൻചാണ്ടി ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ ആലപ്പുഴയിൽ പറഞ്ഞു. സോളാർ കേസിൽ പ്രതികൾക്ക് കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നിയമപരമായ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനാണ് LDF ശ്രമിക്കുന്നത്. എന്നാൽ അതിനു മുമ്പേ ജനം അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും അച്യുതാനന്ദൻ പറഞ്ഞു. മൂന്നാമതൊരാളാണ് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി. 33 കേസുകളിൽ ലക്ഷക്കണക്കിന് കോടി രൂപ ജനങ്ങളിൽ നിന്ന് അപഹരിച്ച് മന്ത്രിസ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചാൽ അപ്പോൾ പൂജപ്പുര ജയിലിലേക്ക് പോകാൻ തക്ക വിധത്തിലുള്ള നിരവധി കേസുകളിലെ പ്രതിയായിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായ ഒരു സംഭവം പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും. അതിൽ ഒരു കേന്ദ്രമന്ത്രി, അതേപോലെ തന്നെ കേരളത്തിലെ 2 മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, ഇവരെല്ലാം സരിത എസ് നായരുമായി സാമ്പത്തികമായും ശാരീരികമായും ബന്ധപ്പെട്ടു. ഇതിൽ കൂടുതൽ പച്ച മലയാളത്തിൽ ഞാനൊന്നും പറയാനില്ലല്ലോ. ആ തരത്തിൽ ബന്ധപ്പെട്ടു എന്ന് ഒരു കോടതിയിൽ ബിജു രാധാകൃഷ്ണൻ പറയുകയുണ്ടായി. ഇത്തരം നാറിയ കേസുകൾക്ക് പ്രതികളായിട്ടുള്ള കൂട്ടുനിന്നിട്ടുള്ള മുഖ്യമന്ത്രിമാരെ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാം. ഒരു കേന്ദ്രമന്ത്രിയും 2 സംസ്ഥാന മന്ത്രിമാരും സരിതയുമായി ശാരീരികമായും സാമ്പത്തികമായും ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന ബിജു രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും ഇതുപോലൊരു നാറിയ ഭരണം കേരള ചരിത്രത്തിൽ മുമ്പൊന്നും ഉണ്ടായിട്ടില്ലെന്നും അച്യുതാനന്ദൻ അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ കളർകോട് ജംഗ്ഷന് സമീപം KSK2 ജില്ലാ കമ്മിറ്റി ഓഫീസ് മന്ദിരോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSK2 സംസ്ഥാന പ്രസിഡന്റ് N. സോമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു, സദാശിവൻ MLA തുടങ്ങിയവർ സംസാരിച്ചു.